കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയും അതിനുശേഷം അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖവും കേരളത്തിൽ ഏറെ ചർച്ചയായിരിക്കുകയാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചയോടൊപ്പം ഉയർന്നു വരുന്ന ചോദ്യങ്ങളിലൊന്ന് AP ഉസ്താദിന്റെ ഗ്രാൻഡ് മുഫ്തി പദവി ഔദ്യോഗികമാണോ എന്നതാണ്. പദവി ഔദ്യോഗികമാണെങ്കിൽ ആരാണ് ഈ ഗ്രാൻഡ് മുഫ്തിയെ തീരുമാനിച്ചതെന്നതാണ് അടുത്ത ചോദ്യം. അനുബന്ധമായ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. ഗ്രാൻഡ് മുഫ്തിയെ തിരഞ്ഞെടുക്കുന്നതിന് എന്താണ് മാനദണ്ഡം? ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ നിന്നും ഏതൊക്കെ പണ്ഡിത സഭകളും പണ്ഡിതന്മാരുമാണ് ഗ്രാൻഡ് മുഫ്തി നിർണയത്തിന്റെ ഭാഗമായത്? ഗ്രാൻഡ് മുഫ്തി പ്രതിനിധീകരിക്കുന്നത് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളെയുമാണോ, അതല്ല ഇന്ത്യയിലെ സുന്നി സമൂഹത്തെ മാത്രമാണോ? മുഴുവൻ മുസ്ലിങ്ങളെയും ആണെങ്കിൽ അദ്ദേഹം സുന്നി, മുജാഹിദ്, തബ്ലീഗ്, ജമാഅത്ത് ഇസ്ലാമി ഇവരെയൊക്കെ ചേർത്ത് പിടിക്കേണ്ടതല്ലേ? ഇനി സുന്നികളുടേത് മാത്രമാണെങ്കിൽ ഏതൊക്കെ സുന്നി സംഘടനകൾ ചേർന്നാണ് നിലവിൽ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ തിരഞ്ഞെടുത്തത്? കേരളത്തിൽ നിന്നും സമസ്ത, ദക്ഷിണ കേരള, സംസ്ഥാന തുടങ്ങിയ സംഘടനകളോ അതിന്റെ പണ്ഡിതന്മാരോ ഈ സ്ഥാനാരോഹണത്തിന്റെ ഭാഗമായിട്ടുണ്ടോ? സർവകലാശാലകൾ ഡോക്ടറേറ്റ് നൽകുന്നത് പോലെ ഇന്ത്യയിലെ ഏതെങ്കിലും ഇസ്ലാമിക് സർവകലാശാല നൽകുന്നതാണോ ഗ്രാൻഡ് മുഫ്തി പട്ടം? ചില രാജ്യങ്ങളിൽ ഗവൺമെന്റ് ഖാസിയെ നിയോഗിക്കുന്നത് പോലെ ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയതാണോ? AP ഉസ്താദ് വിദ്യാഭ്യാസ വിപ്ലവം തീർത്ത ഒരു പണ്ഡിതനാണെന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിൽ അമുസ്ലിങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തനും സ്വീകാര്യനുമായ പണ്ഡിതൻ അദ്ദേഹം തന്നെയായിരിക്കും. സംഘടനാ പ്രവർത്തകർ ഇത്രയേറെ നെഞ്ചിലേറ്റി നടക്കുന്ന നായകൻ ഇന്ന് അദ്ദേഹത്തെ പോലെ മറ്റൊരാൾ ഉണ്ടാവുകയുമില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യയുടെ 100ൽ 1.5% പോലും വരില്ല AP ഉസ്താദിന്റെ നേതൃത്വം നൽകുന്ന സംഘടനയുടെ അംഗബലം. എന്നിട്ടും വയോധികനായ മനുഷ്യന് ഇല്ലാത്തൊരു മുഫ്തി പട്ടം ചാർത്തി നൽകിയ സമൂഹത്തിന് മുന്നിൽ പരിഹാസനാക്കുന്നത് എന്തിനാണ്? അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലമായ കേരളത്തിൽ തന്നെ സുന്നികളെ എടുത്താൽ 4ൽ 3 പേരും ഈ മുഫ്തി പട്ടം അംഗീകരിക്കാതെ വരും. ഉസ്താദുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി ഉസ്താദുമൊത്തുള്ള ചിത്രം ട്വീറ്റ് ചെയ്തു. ഏത് പ്രധാനമന്ത്രി? തന്റെ രാജ്യത്തെ വിശ്വാസികൾക്ക് പെരുന്നാൾ ആശംസകൾ നേരാൻ പോലും 2 വരി കുറിക്കാത്ത പ്രധാനമന്ത്രി. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി പ്രയോഗം അവിടെയും ഉണ്ടായിരുന്നു. ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ഗ്രാൻഡ് മുഫ്തി ഇല്ല എന്ന് അദ്ദേഹത്തിന്റെ ട്വിറ്റർ കൈകാര്യം ചെയ്യുന്നവർക്ക് അറിയാഞ്ഞിട്ടല്ല. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ പീഡനം ഇവിടെ വാർത്തയാകുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ ന്യൂനപക്ഷ പീഡനം പുറം രാജ്യങ്ങളിലും വാർത്തയാണ്. NRC സമയത്തും കഴിഞ്ഞ വർഷം ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പുറം രാജ്യങ്ങളിൽ നിന്നും ഉയർന്നു വന്നതുമാണ്. അതിനിടയിൽ ഒരു ഗ്രാൻഡ് മുഫ്തി സന്ദർശനവും ട്വീറ്റുമൊക്കെ ലോക നേതാക്കൾക്ക് മുന്നിൽ മോദി ഭരണത്തിനുണ്ടാകുന്ന മൈലേജ് ചെറുതല്ല. അതുകൊണ്ട് തന്നെ മുകളിലെ ചോദ്യത്തിനുള്ള ഉത്തരമായി പ്രധാനമന്ത്രി പോലും ഗ്രാൻഡ് മുഫ്തി എന്ന് വിശേഷിപ്പിച്ചില്ലേ എന്ന മറുപടിയുമായി വന്നേക്കരുത് എന്ന അപേക്ഷ. പിതാവിന്റെ പ്രശസ്തിയിൽ സാമ്രാജ്യം കെട്ടിപ്പൊക്കാനുള്ള പുത്രന്റെ ബുദ്ധിയായിരിക്കാം AP ഉസ്താദിനെ വെച്ച് ഇത്തരം വേഷം കെട്ടിക്കലുകൾക്ക് പിന്നിൽ. ഖമറുൽ ഉലമ, സുൽത്താനുൽ ഉലമ എന്നൊക്കെ സഹപ്രവർത്തകരായ പണ്ഡിതന്മാർ സ്നേഹാദരവോടെ ചാർത്തിയ വിളിപ്പേര് പോലെയല്ല ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് വയോധികനായ ആ പണ്ഡിതനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഭാവി മുഫ്തി പട്ടവും പ്രശസ്തിയും മനക്കോട്ടം അണഞ്ഞു നിൽക്കുന്ന പുത്രൻ പിന്മാറില്ലായിരിക്കാം. അദ്ദേഹത്തെ ഇഷ്ടം വെക്കുന്ന സംഘടനാ പ്രവർത്തകരെങ്കിലും ഈ നീക്കത്തിൽ നിന്ന് പിന്മാറേണ്ടതാണ്. പ്രായമായ മനുഷ്യനെ എന്തിനാണ് ഇങ്ങനെ അപമാനിക്കുന്നതെന്ന ചോദ്യമെങ്കിലും അവിടെ നിന്നും ഉയർന്നു കേൾക്കേണ്ടതാണ്. AP വിഭാഗത്തിലെ പണ്ഡിതന്മാർക്കിടയിലെ നിഷ്കളങ്കർക്കും പ്രവർത്തകർക്കിടയിലെ നിസ്വാർത്ഥന്മാർക്കും ഹക്കീം അസ്ഹരിയും അദ്ദേഹത്തിന്റെ കാട്ടിക്കൂട്ടലുകളും തലവേദന സൃഷ്ടിക്കുന്ന കാലം വിദൂരത്തല്ലെന്ന് മാത്രം പറഞ്ഞവസാനിപ്പിക്കാം.